സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 12. പക്ഷെ നീ ഒറ്റയ്ക്ക് പോയാലെങ്ങനാ? അവന്മാർ പിന്നെ ഉപദ്രവം തുടങ്ങിയെങ്കിൽ നമ്മൾ ഇടപെടണ്ടേ? കുഞ്ഞുമോൻ ചോദിച്ചു. ഏതായാലും ഞാൻ പോയി വിവരം അറിഞ്ഞിട്ട് വരാം. കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ പോയി മെനക്കേടുണ്ടല്ലോ, നരേന്ദ്രൻ പറഞ്ഞു. അവനിപ്പോൾ ആ പെണ്ണിനെ ഒന്ന് കാണണം. നമ്മളുടെ ശല്യക്കാരും കൂടെ വേണ്ട. കുഞ്ഞുമോൻ വീണ്ടും പഴയ പല്ലവി ആവർത്തിച്ചു. എടാ, ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും ഉഗ്രം പെണ്ണിൻ്റെ കൂടെ കഴിഞ്ഞവനവൻ അല്ലേ നരേന്ദ്ര? കരുണൻ ചോദിച്ചു. അതിവൻ കുറേയൊക്കെ ബെഡായി പറഞ്ഞതല്ലേ? കുഞ്ഞുമോൻ ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല. എന്നാലും ഇടയ്ക്കിടെ കുഞ്ഞുമോൻ കിള്ളി ചോദിച്ച് നരേന്ദ്രനെ കൊണ്ട് പഴയ സംഭവങ്ങൾ പറയിക്കും. രാത്രിയിൽ ഉറക്കം വരാതെ ഓരോ കഥകളും പറഞ്ഞ് കിടക്കുമ്പോഴായിരിക്കും കുഞ്ഞുമോൻ്റെ ചോദ്യം. നരേന്ദ്ര, നീ അവിടം തൊട്ട് ഒന്നുകൂടെ പറഞ്ഞേ. എവിടം തൊട്ട്? അന്ന് ആ കാറ്റും മഴയും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായ രാത്രിയിൽ നീയും ശൈലജയും കൂടെ കാട്ടിൽ കാറിനകത്ത് കുടുങ്ങിപ്പോയില്ലേ? അവൾ പേടിച്ചരണ്ട ബാക്ക് സീറ്റിലിരിക്കുന്നു. നീ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് പോടാ. ശരി, എന്നാൽ വേണ്ട. നിങ്ങൾ വനത്തിൽ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കയറി ഏതാണ്ട് സിനിമയിലെ പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നെന്ന് പറഞ്ഞില്ലേ? അതൊന്നുകൂടി പറ. നീ മിണ്ടാതെ കിടക്കുന്നുണ്ടോ കുഞ്ഞുമോനെ? ഡാനി ശാസിക്കും. ചേടാ, കേൾക്കാൻ കൊതിയായിട്ടല്ലേ ചോദിക്കുന്നേ? നിനക്ക് പെണ്ണുങ്ങളുടെ കഥ കേൾക്കാനുള്ള പൂതി ഇനി എന്നാ തീരുന്നേ? നീ വേണമെങ്കിൽ മൂന്നാറ്റിലെങ്ങാനും പോയി വല്ല തമിഴ്ത്തിയും കൂടെ 4 ദിവസം പുറത്തിട്ട് വാ. അതിലെന്നാ ഒരു രസം? കഥ കേൾക്കുന്നതല്ലേ സുഖം. കുഞ്ഞുമോന് കഥ കേൾക്കണം. നിനക്ക് കരാട്ടെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടോ നരേന്ദ്ര? നാളെ നീ പോയാലെങ്ങനാ? നാളെ തുടങ്ങി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഡാനി നരേന്ദ്രനെ നോക്കി. ഞാൻ പോയി തിരിച്ചു വന്നിട്ട് തുടങ്ങാം, അതാ നല്ലത്, കരുണനും പറഞ്ഞു. കുറേ കഴിഞ്ഞ് കരുണൻ ഉറങ്ങാനായി അയാളുടെ തോട്ടത്തിലെ കൂടാരത്തിലേക്ക് പോയി. വിളക്കണച്ച് മറ്റുള്ളവരും ഉറങ്ങാൻ കിടന്നു. നാളെ പോകുമ്പോൾ നീ വളരെ സൂക്ഷിക്കണം. ഇരുട്ടിൽ നിന്ന് ഡാനിയുടെ സ്വരം നരേന്ദ്രൻ കേട്ടു. ടൗണിലെങ്ങും പോയേക്കരുത്. ആർക്കെങ്കിലും മുഖപരിചയം തോന്നിയെങ്കിലോ? അതുപോലെ തന്നെ ആ വീട്ടിൽ അധിക നേരം തങ്ങരുത്. വിവരങ്ങൾ ചോദിക്കുക, പൈസ കൊടുക്കുക, തിരിച്ചു പോരുക. അത്രയേ ഉള്ളൂ, നരേന്ദ്രൻ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരുടെ കൂർക്കം വലി കേട്ടു തുടങ്ങി. നരേന്ദ്രന് ഉറക്കം വന്നില്ല. അവൻ എഴുന്നേറ്റ് ടെൻറ്റിന് പുറത്ത് കടന്നു. തഴച്ചു പൊന്തുന്ന കഞ്ചാവ് ചെടികൾക്കിടയിലൂടെ പാറക്കെട്ടിനടുത്തേക്ക് നടന്നു. കഞ്ചാവിൻ്റെ മണമുള്ള കാറ്റ്. പാറക്കെട്ടിന് മുകളിൽ കയറി നിന്ന് വിദൂരമായ ഭൂവിഭാഗങ്ങളെ നോക്കി. ചില മലമടക്കുകളിൽ വെളിച്ചം കാണാമായിരുന്നു. ആകാശത്തങ്ങിങ്ങ് നക്ഷത്രങ്ങൾ. കിഴക്കോട്ട് പറന്നു പോകുന്ന മേഘങ്ങൾക്കിടയിൽ ചന്ദ്രക്കല. പാറക്കെട്ടിന് മീതെ കൊത്തിവെച്ച ശിലാപ്രതിമ പോലെ അവൻ നിന്നു. ദൂരെ ഒരു വീട്ടിനുള്ളിൽ ഭയവിഹ്വലരായി കഴിയുന്ന ഒരമ്മയുടെയും 2 പെൺമക്കളുടെയും ചിത്രം നിഴൽ പോലെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. സെൻട്രൽ ജയിലിലെ സെല്ലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സുഗതൻ ചേട്ടൻ്റെ രൂപം. പിന്നെയും എന്തൊക്കെയോ അവ്യക്ത ചിത്രങ്ങൾ. മഹാദേവൻ തമ്പി, ശൈലജ, അണക്കെട്ടിനു മീതെ കൂടി ക്രച്ചസിൽ നടന്നു നീങ്ങുന്ന അച്ഛൻ, മലമുകളിലെ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അമ്മ, ഒരു തേങ്ങൽ പോലെ അലിഞ്ഞുപോയ അനുജത്തി. താനോ ഒരിടത്തും എത്തിയിട്ടില്ല. തണുപ്പ് കാറ്റ് അവൻ്റെ മേൽ അടിച്ചുകൊണ്ടിരുന്നു. സന്ധ്യ കഴിഞ്ഞതേയുള്ളൂ. എങ്കിലും വാതിലുകൾ അടച്ചു കഴിഞ്ഞു. വീട്ടിനുള്ളിൽ വിളക്കിൻ്റെ വെളിച്ചം മാത്രം. ഇന്ന് രാവിലെയാണ് കറണ്ട് ചാർജ് അടച്ചില്ലെന്ന് പറഞ്ഞ് ലൈൻമാൻ വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയത്. വാതിലിൽ മുട്ടുന്ന ഒച്ച കേട്ട് ശാന്തമ്മ ജനാലയ്ക്കടുത്തേക്ക് വന്നു. ആശങ്കയോടെ ചോദിച്ചു, ആരാ? ഞാനാ, നരേന്ദ്രൻ. ശാന്തമ്മ ഒരു നിമിഷം പകച്ചു നിന്നു. അവർ രാജിമോളെ നോക്കി. വിനീത അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി കമത്തുകയായിരുന്നു. ആ നരേന്ദ്രൻ ചേട്ടൻ വന്നിട്ടുണ്ട്, രാജിമോൾ ചെന്ന് വിനീതയോട് പറഞ്ഞു. വിനീത തല തിരിച്ച് അനുജത്തിയെ തുറച്ചു നോക്കി. നനഞ്ഞ കൈ നൈറ്റിയിൽ തുടച്ചിട്ട് അവൾ എന്തോ തീരുമാനിച്ച പോലെ മുൻഭാഗത്തേക്ക് വന്നു. നരേന്ദ്രൻ മുറിയിൽ നിൽക്കുന്നത് അവൾ കണ്ടു. അമ്മയാണോ വാതിൽ തുറന്നു കൊടുത്തത്? വിനീത ശാന്തമ്മയുടെ നേർക്ക് കയർത്തു. ശാന്തമ്മയുടെ മുഖം കുനിഞ്ഞു. നിങ്ങൾ ആരാ? കവലച്ചട്ടമ്പിയോ അതോ വല്ലവരുടെയും വാടക കൊണ്ടയോ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ക്രോധത്തോടെ അവൾ നരേന്ദ്രനെ നോക്കി. ഞാൻ വിവരങ്ങൾ അറിയാൻ. എന്ത് വിവരമാണ് നിങ്ങൾക്കറിയേണ്ടത്? ഓ, അന്ന് കൂലിപ്പടയാൻ കൂട്ടി വന്ന് ഞങ്ങളെ സഹായിച്ചിട്ട് പോയതാണല്ലോ അല്ലേ? ദൈവത്തെ ഓർത്ത് ഇനി ഞങ്ങളെ സഹായിക്കല്ലേ. അതിൻ്റെ ഫലം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. പട്ടിണി കിടന്ന് ചത്തുപോയിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നുകളഞ്ഞോട്ടെ, എന്നാലും വേണ്ടില്ല. വിനീത, കാര്യം എന്താണെന്ന് പറയൂ. ഒന്നും പറയാനില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇനി മേലിൽ ഇവിടെ വരരുത്. അവൾ ചെന്ന് വാതിൽ തുറന്നിട്ടു. ഇനി ഇവിടെ നിൽക്കണ്ട. നരേന്ദ്രൻ പുറത്തിറങ്ങാൻ വേണ്ടി അവൾ കാത്തു നിന്നു. നരേന്ദ്രൻ നിന്നിടത്തു നിന്ന് അനങ്ങിയില്ല.
ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയാതെ ഞാൻ പോവില്ല, അവൻ കർശന സ്വരത്തിൽ പറഞ്ഞു. എന്നിട്ടെന്തിനാ ഞങ്ങളെ ഇനിയും തീ തീറ്റാനോ? എന്തായാലും അത്രയും ചെയ്തു വെച്ചിട്ട് പോയവനല്ലേ ഞാൻ. ബാക്കി കൂടി ചെയ്യേണ്ട കടമ എനിക്കുണ്ട്. വിനീത എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മയെ നോക്കി. ശാന്തമ്മയാണ് നരേന്ദ്രനോട് സംഭവങ്ങൾ വിവരിച്ചു പറഞ്ഞത്. നരേന്ദ്രൻ സശ്രദ്ധം എല്ലാം മൂളിക്കേട്ടു. തൻ്റെയും കൂട്ടുകാരുടെയും പ്രവൃത്തി മൂലം ആ കുടുംബം അനുഭവിക്കേണ്ടി വന്ന യാതനകൾ എന്തുമാത്രമാണെന്ന് അയാൾക്ക് ബോധ്യമായി. എല്ലാം കേട്ടുകഴിഞ്ഞു കുറേ സമയം അവൻ ചിന്താതീതനായി നിന്നു. ഒടുവിൽ ശാന്തമ്മയോട് പറഞ്ഞു, സംഭവിച്ചു പോയില്ലേ, ക്ഷമിക്കുക. അല്ലാതെ എന്തു പറയാനാ? ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതെ നോക്കിക്കൊള്ളാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ധൈര്യം കൈവിടാതെ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തവരാ ഞങ്ങൾ. തൊഴഞ്ഞു തൊഴഞ്ഞു മടുത്തു. എവിടെ ചെന്ന് എത്തും? സമാധാനമുണ്ടോ? എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് പലവട്ടം വിചാരിച്ചതാ ഞങ്ങൾ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങളെക്കാൾ തകർന്നു പോയ ഒരവസ്ഥയെന്ന് ഉയർത്തെണീറ്റ് വന്നവനാ ഞാൻ. അതും സൂതൻ ചേട്ടൻ്റെ കാരുണ്യം കൊണ്ടും നല്ല മനസ്സുകൊണ്ടും. തൻ്റെ അച്ഛനെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ വിനീത വികാരഭരിതയായി. എല്ലാവരും ഉണ്ടായിരുന്നവനാ ഞാൻ. അച്ഛൻ, അമ്മ, സഹോദരിമാർ, മറ്റു ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. പറയത്തക്ക ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പണത്തിന് മാത്രമേ ക്ലേശിച്ചിരുന്നുള്ളൂ. എങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് അന്നന്ന് കഴിഞ്ഞുകൂടി പോന്നു. പിന്നീട് ഓരോന്നോരോന്നായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ കുറ്റവാളിയായി, ജയിലിലായി. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അനുജത്തിയെ നഷ്ടപ്പെട്ടു. ഓരോ അടിയും എനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു. അതെന്നെ ഭ്രാന്താശുപത്രിയിലാണ് എത്തിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ശിക്ഷാ കാലാവധിയുടെ ഭൂരിഭാഗവും ഞാൻ ഭ്രാന്താശുപത്രിയിലാണ് കഴിച്ചു കൂട്ടിയത്. അതുകൊണ്ട് ജയിൽ ശിക്ഷയുടെ കാഠിന്യമൊന്നും അധികം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആ തകർച്ചയെന്നാണ് സൂതൻ ചേട്ടൻ എന്നെ പിടിച്ചു കയറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ സൂതൻ ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായത്. ഇപ്പോഴും തയ്യാറാ. എന്തിനും, എൻ്റെ ജീവൻ പണയം വയ്ക്കാൻ പോലും. ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞെന്നേയുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ കഷ്ടപ്പാടായിരിക്കും വലുത്. ഞങ്ങൾക്കുണ്ടായ പോലത്തെ ദുരന്തങ്ങൾ ലോകത്താർക്കും ഉണ്ടായിട്ടില്ലെന്നേ ഞങ്ങൾക്ക് തോന്നൂ, ശാന്തമ്മ പറഞ്ഞു. എന്തായാലും ഈ ഒരു ദുരിതത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാം. അന്ന് നരേന്ദ്രൻ്റെ കൂടെ വന്നത് ആരൊക്കെയായിരുന്നു? ശാന്തമ്മ ചോദിച്ചു. അമ്മ എന്തിനാ അതൊക്കെ അറിയുന്നത്? പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു കൊടുക്കാനാണോ? വിനീത കയർത്തു. ആരാ പേര് പറഞ്ഞു കൊടുത്തേ? ഞാൻ പറഞ്ഞില്ല. ആ ദുഷ്ടൻ SI ഇവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഈ മുറിയിലിട്ട് വട്ടം കറക്കി തല കൊണ്ടുചെന്ന് ഭിത്തിയിൽ ഇടിപ്പിച്ചു. എന്നിട്ടും ഇവള് പറഞ്ഞില്ല നരേന്ദ്രൻ്റെ പേര്. നരേന്ദ്രൻ വിനീതയെ നോക്കി. അവൾ മുഖം കുനിച്ചു കളഞ്ഞു. രാജിമോളോട് ചെയ്യാത്ത ശോഭകേടില്ല ആ നീചൻ. മാനം കെടുത്താനുള്ള ധൈര്യമുണ്ടായിരുന്നെങ്കിൽ അയാൾ അതും ചെയ്തേനെ. തീരെ നിവൃത്തിയില്ലാതായപ്പോഴാണ് അവൾ നരേന്ദ്രൻ്റെ പേര് പറഞ്ഞത്. കൊച്ചല്ലേ അവള്? എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമോ അവൾക്ക്? നരേന്ദ്രൻ അലിവോടെ രാജിമോളെ നോക്കി. കുറ്റബോധം കൊണ്ട് അവളുടെ ശിരസ് കുനിയുകയും കണ്ണു നിറയുകയും ചെയ്തു. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല. ഞാൻ എവിടെയുണ്ടെന്ന് അറിയാനോ എന്നെ തിരക്കി പിടിക്കാനോ ഒന്നും അവർക്ക് പറ്റില്ല. അന്ന് കൂടെ വന്നവരൊക്കെ കൂലിത്തല്ലുകാരായിരുന്നോ? അല്ല, എൻ്റെ കൂട്ടുകാരാണ്. എനിക്ക് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറുള്ളവർ. അത്രേ അറിഞ്ഞാൽ പോരെ? വെറുതെ ചോദിച്ചൂന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പണം എത്ര ചിലവാക്കിയെന്നറിയാൻ. പണച്ചെലവുണ്ട്, പക്ഷേ അതല്ലല്ലോ വലുത്. ശാന്തമ്മ അയാൾക്കൊരു കട്ടൻ കാപ്പി ഇട്ടുകൊടുത്തു. എന്തായാലും മറ്റേ കക്ഷികളുടെ ശല്യം പിന്നീട് ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. പോലീസിൻ്റെ ശല്യം നമുക്ക് നിർത്താം, പേടിക്കണ്ട, നരേന്ദ്രൻ സമാധാനിപ്പിച്ചു. വൈകാതെ അവൻ തിരിച്ചു പോകാനൊരുങ്ങി. പോകാൻ നേരം അവൻ രാജിമോളെ അടുത്തേക്ക് വിളിച്ചു. ഒരു കടലാസ് പൊതി അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കണം, അത്യാവശ്യങ്ങൾ വരും. ശാന്തമ്മയുടെയോ വിനീതയുടെ കയ്യിൽ കൊടുത്താൽ അത് അവർ നിരസിച്ചെങ്കിലോ എന്നായിരുന്നു അവൻ്റെ ഭയം. രാജിമോൾ ശാന്തമ്മയെയും വിനീതയെയും നോക്കി. ചെയ്തത് തെറ്റാ ശരിയോ എന്നവൾ ആശങ്കപ്പെട്ടു. അതെന്താ നരേന്ദ്ര? ശാന്തമ്മ ചോദിച്ചു. കുറച്ച് പണം. അതങ്ങ് തിരിച്ചു കൊടുത്തേക്കും മോളെ. എന്താ, പണത്തിന് ആവശ്യമില്ലേ? ആവശ്യത്തിലധികം ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചു. ഞങ്ങൾ ഇങ്ങനെ വാങ്ങുന്നത് ശരിയല്ല. അത് ദുരഭിമാനം കൊണ്ട് തോന്നുന്നതാ. നമുക്കിടയിൽ അത് വേണ്ട. ഞാൻ ജയിലിൽ പോകുമ്പോൾ എൻ്റെ അനുജത്തി രാജിമോളോട് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവീണ എന്നായിരുന്നു അവളുടെ പേര്. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവളില്ല. രാജിമോളുടെ കയ്യിൽ ഈ പൈസ കൊടുത്തപ്പോൾ ഞാൻ അവളെയാ ഓർത്തത്. ആരും ഒന്നും മിണ്ടിയില്ല. നരേന്ദ്രൻ വരാന്തയിലേക്ക് ഇറങ്ങി. വിനീതയും ശാന്തമ്മയും രാജിമോളും വരാന്തയിലേക്ക് ചെന്നു. മോളെ പൊയ്ക്കോട്ടെ, രാജിമോളോടായി അവൻ യാത്ര ചോദിച്ചു. പോലീസിനെ പേടിച്ചിട്ടാ ഞാനപ്പോൾ നരേന്ദ്രൻ ചേട്ടൻ്റെ പേര് പറഞ്ഞു കൊടുത്തത്.
അങ്ങനൊരു തെറ്റുപറ്റിപ്പോയി. രാജിമോളുടെ കണ്ടമിടറി. ഏയ്, അതൊന്നും സാരമില്ല. ഇനി ഏതു പോലീസ് ചോദിച്ചാലും ആദ്യം തന്നെ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തേക്ക്. അപ്പോൾ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ. അവളുടെ ശിരസിലൊന്ന് തട്ടിയിട്ട് നരേന്ദ്രൻ ഇറങ്ങി നടന്നു. മുറ്റത്തു നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോഴെങ്കിലും അവനൊന്ന് തിരിഞ്ഞു നോക്കുമെന്ന വിനീത പ്രതീക്ഷിച്ചു. അമ്മയോടും രാജിമോളോടും മാത്രമേ അവൻ യാത്ര പറഞ്ഞുള്ളൂ. പോകാൻ നേരം തൻ്റെ നേർക്കൊന്ന് നോക്കിയതുപോലുമില്ല. വിനീത വല്ലായ്മയോടെ ഓർത്തു. തണുപ്പ് കാറ്റടിക്കുന്നുണ്ട്. മങ്ങിയ നിലാവിൽ ചക്രവാളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഇരുണ്ട മലനിരകൾ രചിക്കുന്ന വളഞ്ഞുപുളഞ്ഞ പാറ്റേൺ. കഞ്ചാവ് തോട്ടങ്ങളിലെ ടെൻറ്റുകളിൽ വെളിച്ചം അണഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ദൂരെ മഞ്ഞപ്പെട്ടി കോളനിയിൽ മാത്രം ഒന്ന് രണ്ടിടത്ത് വെളിച്ചം കാണാമായിരുന്നു. പാറക്കെട്ടിന് മീതെയുള്ള പരപ്പിൽ നിശബ്ദരായി ഇരിക്കുകയാണ് നരേന്ദ്രനും സംഘവും. ഡാനി തൻ്റെ ഹിഗ്ഗുറ്റ തലമുടിയിൽ വിരലുകൾ കോർത്തു വലിച്ചുകൊണ്ട് ഓരോരുത്തരെയും മാറി മാറി നോക്കി. അവൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? കരുണൻ ചോദിച്ചു. രാജശേഖരൻ, നരേന്ദ്രൻ പറഞ്ഞു. രാജശേഖരൻ. ഡാനി പിറുപിറുത്തു. അവൻ ക്വാർട്ടേഴ്സിലാണോ അതോ ഏതെങ്കിലും വീട്ടിലാണോ താമസം? അവന് നെടുങ്കണ്ടത്ത് വീടും കൃഷിഭൂമിയും ഒക്കെ സ്വന്തമായിട്ടുണ്ട്. തൊടുപുഴക്കാരനാ കക്ഷി. കുറേ കൊല്ലങ്ങളായിട്ട് ഇടുക്കി ജില്ലയിൽ തന്നെ കിടന്നു കറങ്ങുക. തലതൊട്ടപ്പനായിട്ട് ഒരു രാഷ്ട്രീയ നേതാവുണ്ട് അയാൾക്ക്. അത് കളാ. നമുക്കറിയേണ്ടത് അതൊന്നുമല്ല. അവൻ്റെ വീട്, അവൻ്റെ പോക്കുവരവുകളുടെ സമയം, അതൊക്കെ ഏറെക്കുറെ കൃത്യമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഒരുമാതിരി കടങ്കഥ പറയുന്ന പോലെ? നമ്മളെന്താ ഇതിൽ ചെയ്യേണ്ടത്? കരുണൻ ചോദിച്ചു. അടിച്ചവൻ്റെ നട്ടലൊടിക്കണം. കുഞ്ഞുമോൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. എന്തൊരു ശൗര്യം! തല്ലെന്ന് കേൾക്കുമ്പോൾ വിറച്ചോണ്ടിരുന്ന പാർട്ടിയാ, തങ്കച്ചൻ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാൾ അത്രയ്ക്ക് ദ്രോഹം ആ തള്ളയോടും പെൺമക്കളോടും ചെയ്തിട്ടുണ്ട്, നരേന്ദ്രൻ പറഞ്ഞു. എന്നു മാത്രമല്ല ഇപ്പോഴും ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. അമ്മയും പെൺമക്കളും എന്നും സ്റ്റേഷനിൽ ഹാജരാകണം. പകൽ മുഴുവൻ അയാൾ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ നിർത്തും, വരുന്നവർക്കും പോകുന്നവർക്കും കാണാൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ അയാൾക്ക് വലിയ ഇഷ്ടമാണത്രേ. നരേന്ദ്രൻ്റെ അഭിപ്രായം എന്താ? ഡാനി ചോദിച്ചു. അവൻ ഇനി ഇങ്ങനെ ആരെ ഉപദ്രവിക്കരുത് എന്ന് വെച്ചാൽ തട്ടിക്കളയണം എന്നാണോ? കരുണന് ആശങ്കയായി. അവനെന്താണോ പാകം അത് കൊടുക്കണം. അതത്ര എളുപ്പമാണോ നരേന്ദ്ര? നമ്മൾ 5-6 പേരില്ലേ? എന്നാലും പോലീസല്ലേ, അതും ഒരു സബ് ഇൻസ്പെക്ടർ. ആ കാക്കി അഴിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മളെപ്പോലെ വെറും മനുഷ്യനല്ലേ കരുണ? പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഒടുക്കം വെളുക്കാൻ തേച്ചത് പാണ്ടാവുമോന്ന്? എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അയാളെ കൊണ്ടുള്ള ശല്യം അവസാനിപ്പിച്ചേക്കാമെന്ന്. നിങ്ങൾ ആരും സഹകരിക്കുന്നില്ലെങ്കിൽ ഞാൻ തനിയെ പോകും, നരേന്ദ്രൻ പറഞ്ഞു. അതെന്തൊരു വർത്തമാനമാണ് നരേന്ദ്ര? അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിലുള്ള കരാറ്. ശങ്കറിന് പരിഭവമായി. ആ അമ്മയ്ക്കും പെൺമക്കൾക്കും ജീവിക്കണ്ടേ മാന്യമര്യാദയ്ക്ക്? നീ ഏതായാലും ഒറ്റയ്ക്ക് പോകണ്ട നരേന്ദ്ര, ഡാനി പറഞ്ഞു. നിലാവ് അസ്തമിക്കുന്നത് വരെ അവർ അനന്തര നടപടികളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് പാറക്കെട്ടിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു. മഞ്ഞപ്പെട്ടി കോളനിയിൽ വെളിച്ചം അണഞ്ഞു കഴിഞ്ഞിരുന്നു. കഞ്ചാവ് തോട്ടങ്ങളെ ഉലച്ചു വന്നുകൊണ്ടിരുന്ന കാറ്റലകൾക്ക് ശക്തിയേറി. എസ് ഐ രാജശേഖരൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. ഉറക്കം തൂങ്ങി തുടങ്ങിയ നെടുങ്കണ്ടം ടൗണിലൂടെ അയാൾ സാവധാനം ജീപ്പ് ഓടിച്ചു പോയി. മെയിൻ റോഡിൽ നിന്ന് വലത്തേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് ജീപ്പ് തിരിഞ്ഞു. ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള ഇറക്കമാണത്. ഇടതുവശത്ത് മുൻസീറ്റിൽ വെച്ചിരുന്ന മാൻഷൻ ഹൗസിൻ്റെ കുപ്പി ഉരുണ്ടു പോകാതിരിക്കാൻ ഇടത് കൈകൊണ്ട് അയാൾ പിടിച്ചു. ഇറക്കം പാതി എത്തി വളവ് തിരിഞ്ഞപ്പോൾ മൺതിട്ടയിൽ നിന്ന് അടർന്നു വീണതുപോലെ ഒരു കല്ല് റോഡിൽ വീണ് കിടക്കുന്നത് അയാൾ കണ്ടു. കല്ലൊഴിവാക്കി പോകാനുള്ള വീതിയില്ല റോഡിന്. ഉരുട്ടി നീക്കാവുന്നത്ര വലിപ്പമേ ഉള്ളൂ കല്ലിന്. ഏതാണ്ട് 100 മീറ്റർ താഴെയായി തൻ്റെ വീട്ടിലെ വെളിച്ചം അയാൾക്ക് കാണാമായിരുന്നു. ജീപ്പിലിരുന്നു കൊണ്ട് അയാൾ ചുറ്റുമൊന്ന് നോക്കി. ഹെഡ്ലൈറ്റ് അണയ്ക്കാതെ അയാൾ വെളിയിലിറങ്ങി. സഹജമായ സംശയം കൊണ്ട് ഒരിക്കൽ കൂടി ചുറ്റുപാടുകൾ നോക്കി. പിന്നെ കല്ലുരുട്ടി മാറ്റി. കയ്യിൽ പുരണ്ട മണ്ണ് തട്ടിക്കളഞ്ഞു. അയാൾ തിരികെ ഡ്രൈവിംഗ് സീറ്റിനടുത്തെത്തി. പൊടുന്നനെ ഒരു ചണച്ചാക്ക് കൊണ്ട് അയാളുടെ തല പൊതിയപ്പെട്ടു. കുതറാൻ ശ്രമിക്കുമ്പോഴേക്കും കൈകൾ പിന്നോട്ട് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. തലയ്ക്ക് ഒരടിയേറ്റതോടെ അയാൾ കുഴഞ്ഞു വീണു. തലച്ചോറിലൂടെ ഒരരുവി ഒഴുകി വന്ന് ചെവിയിലൂടെ പുറത്തേക്ക് പോകുന്നത് പോലെ ഒരു ശബ്ദം. രാജശേഖരൻ കണ്ണു തുറന്നു. ആകാശം, നിലാവ്. പതുക്കെ പതുക്കെ അയാൾക്ക് ഓർമ്മ വീണ്ടും കിട്ടി. അയാൾ പിടഞ്ഞെണീക്കാൻ ശ്രമിച്ചു. കൈകൾ പിറകോട്ടാക്കി ബന്ധിച്ചിരിക്കുകയാണ്. നിലത്ത് പൂഴിമണ്ണിലാണ് കിടക്കുന്നത്. സമീപത്തുകൂടി ഒരു തോട് പാറകളിൽ തട്ടി ചിന്നി ഒഴുകുന്ന ശബ്ദം കേൾക്കാനുണ്ട്.
ബീഡി വലിച്ചുകൊണ്ട് 4-5 പേർ തനിക്ക് ചുറ്റുമായി ഇരിക്കുന്നത് രാജശേഖരൻ കണ്ടു. തൻ്റെ സർവീസ് റിവോൾവർ എവിടെ? യൂണിഫോം എവിടെ? ഒരു ചട്ടി മാത്രമേയുള്ളൂ. ഒരാൾ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് വന്ന തോർത്ത് തൻ്റെ തലയ്ക്ക് മീതെ തൂക്കിപ്പിടിച്ച് നിൽക്കുന്നു. മുഖത്തേക്കും നെറുകയിലേക്കും തണുത്ത വെള്ളം ഒലിച്ചു വീഴുന്നു. മതി, കണ്ണു തുറന്നേടാ, ഒരാൾ പറഞ്ഞു. ആരുടെയും മുഖം വ്യക്തമല്ല. തലയ്ക്ക് മുകളിൽ തോർത്തുമായി നിന്നയാൾ രാജശേഖരൻ്റെ തലയ്ക്കലിരുന്നു. മോനെ രാജശേഖര, ഇത് ഞാനാ, നീ അന്വേഷിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രൻ. ആ മങ്ങിയ വെളിച്ചത്തിലും വെളുത്ത പല്ലുകളുടെ തിളക്കം രാജശേഖരൻ കണ്ടു. നരേന്ദ്രൻ രാജശേഖരനെ താങ്ങി എണീപ്പിച്ചിരുത്തി. തോടിനരിയിൽ കിടന്ന ഉരുളങ്കല്ലെടുത്ത് കുഞ്ഞുമോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവ വല്ല നിലവിളിക്കുകയോ അലറി ഒച്ചയുണ്ടാക്കുകയോ മറ്റോ ചെയ്താൽ ഇത് വെച്ച് ഒറ്റ ഇടി കൊടുത്തേക്ക്. പിന്നെ ഇവ മിണ്ടരുത്. തലക്കിട്ടല്ലേ നരേന്ദ്രൻ ഇടിക്കണ്ടേ? ആ, അത് ഞാൻ ഏറ്റു. നരേന്ദ്രനോട് ഒരു ബീഡി കത്തിച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് രാജശേഖരൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ദേ നിൻ്റെ കുപ്പായം. അതിനോടുള്ള ബഹുമാനം കൊണ്ട് ഞങ്ങളത് അഴിച്ച് ഭദ്രമായിട്ട് വച്ചിരിക്കുക. നരേന്ദ്രൻ കുറ്റിച്ചെടിക്ക് മീതെ വിരിച്ചിട്ടിരിക്കുന്ന കാക്കി ഡ്രസ്സിലേക്ക് കൈ ചൂണ്ടി. പദവിയും സ്ഥാനവും ആ ഡ്രസ്സിനല്ലേ, നിനക്കല്ലല്ലോ. അതിന്മേൽ നിൻ്റെ രക്തക്കറ പുരളയുണ്ടെന്ന് വിചാരിച്ചിട്ടാ. വെറും കോണകം മാത്രമുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നെപ്പറ്റി നിനക്കുള്ള അഭിപ്രായം എന്താ? വെറുതെ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. രാജശേഖരൻ ഭീതിയോടെ നരേന്ദ്രനെ നോക്കി. ദേ അളിയ, ഇവനൊന്നും മിണ്ടുന്നില്ല. ആ ചെവിട്ടത്തോട് 4 വീക്ക് വെച്ച് കൊടുത്തേ മിണ്ടിക്കോളും. തൊട്ടപ്പുറത്തെ ബീഡി വലിച്ചുകൊണ്ടിരുന്ന കരണം പറഞ്ഞു. ഇങ്ങോട്ട് മാറ്, അത് ഞാൻ കൊടുത്തോളാം. കുഞ്ഞുമോൻ നരേന്ദ്രനെ തള്ളി മാറ്റി കൈ നിവർത്തി രാജശേഖരൻ്റെ ഇടത്തെ ചെകിട്ടത്ത് കൈവെള്ള കൊണ്ടും വലത്തെ ചെകിട്ടത്ത് പുറം കൈ കൊണ്ട് ഈ 2 വീതം പൊട്ടിച്ചു. മതി, നരേന്ദ്രൻ പറഞ്ഞു. നാലാമത്തേതിന് ഒച്ച കുറവായിരുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞുമോൻ ഒരെണ്ണം കൂടി കൊടുത്തു. ആ, ഇനി പറ, നിന്നെപ്പറ്റി ഇപ്പം നിനക്ക് എന്നാ തോന്നുന്നു? ഒരു സബ് ഇൻസ്പെക്ടർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ആ തോന്നൽ ഇപ്പം മാറ്റിത്തരാം, നരേന്ദ്രൻ പറഞ്ഞു. രക്ഷപ്പെടാനോ ഒച്ച വെച്ച ആളെ കൂട്ടാനോ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുകയായിരുന്നു രാജശേഖരൻ. അയാൾക്ക് സ്ഥലപരിചയമുണ്ട്. നിത്യേന കുളിക്കാൻ ഇറങ്ങുന്ന തോട്. 2 കുന്നുകളുടെ ഇടുക്കിലൂടെയാണ് അത് ഒഴുകുന്നത്. അക്കരെയും ഇക്കരെയും ഏലത്തോട്ടം. തോട്ടത്തിന് നടുവിലായി ഓരോ വീടുണ്ട്. വീടുകളിലേക്ക് ഇവിടെ നിന്ന് 200-300 വാര ദൂരം. ഒരൊറ്റ നിലവിളി, അതിനെ സമയം കിട്ടൂ. ആ ശബ്ദം കേട്ട് വീടുകളിൽ നിന്ന് ഗാഠനിദ്രയിലാണ്ട് കിടക്കുന്നവർ ഉണരുകയും നിലവിളി ഉയർന്ന സ്ഥലം മനസ്സിലാക്കി ക്ഷണത്തിൽ ഓടി വരികയും അസാധ്യം. രാജശേഖരൻ മനക്കണക്ക് കൂട്ടി. ദേ പിന്നെയും ഇവനൊന്നും മിണ്ടുന്നില്ല. നരേന്ദ്രൻ കൂട്ടുകാരോട് പരാതിപ്പെട്ടു. ഞാൻ പറയാം. രാജശേഖരൻ ഞരങ്ങി. പറ, കേൾക്കട്ടെ. എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ എന്നാ തോന്നുന്നു? വേണമെങ്കിൽ തന്നെത്താൻ ശരിക്കൊന്ന് നോക്കിക്കോ. 2 കാലുണ്ട്, 2 കൈയുണ്ട്, ഉടലുണ്ട്, തലയുണ്ട്. ഇതെന്നാ ജീവിയാ? പറ, എന്നാ ജീവിയാ? മനുഷ്യനാണോ മൃഗമാണോ അതോ ദിനോസറാണോ? മനുഷ്യൻ. ആഹാ, മനുഷ്യനാ അല്ലേ? 2 കൈയും 2 കാലും 2 തലയും ഉടലും മാത്രമായാൽ മനുഷ്യനാകുമോടാ? ഇല്ല. മനുഷ്യനാണെങ്കിൽ പിന്നെ എന്നാ വേണം? എനിക്കറിയില്ല. അറിയത്തില്ലല്ലേ? അത് ഞങ്ങൾക്ക് പണ്ടേ മനസ്സിലായി. നിനക്കും കൂടി അത് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേ. മനുഷ്യന് വേണ്ടുന്ന അത്യാവശ്യ ഗുണം മനുഷ്യത്വം. മനുഷ്യന് വേണ്ടുന്ന അത്യാവശ്യ ഗുണം എന്താ? മനുഷ്യത്വം, രാജശേഖരൻ പറഞ്ഞു. പറഞ്ഞു കൊടുത്ത ഇവൻ പെട്ടെന്ന് പഠിച്ചോളും കേട്ടോ, നരേന്ദ്രൻ ഡാനിയോട് പറഞ്ഞു. വേഗം പറഞ്ഞുകൊടു. ആ, നിനക്ക് ആ പറഞ്ഞ സാധനം ഉണ്ടോ? നരേന്ദ്രൻ ചോദിച്ചു. ഏത് സാധനം? കിഡ്നി, കുഞ്ഞുമോൻ പറഞ്ഞു. നിനക്ക് മനുഷ്യത്വമുണ്ടോയെന്നാ ചോദിച്ചേ. ഉണ്ടോ ഇല്ലയോ? വേഗം പറ. എനിക്കറിയില്ല. വിഷമിക്കേണ്ട, മനസ്സിലാക്കി തരാം. എടാ, ആ സുഗതൻ ചേട്ടൻ്റെ മകനെ പങ്കുകച്ചവടക്കാരൻ വണ്ടി ഇടിപ്പിച്ച് കൊന്നില്ലേ? ആ കേസ് നീയല്ലേ അന്വേഷിച്ചേ? അതെ. അന്വേഷിച്ച് ചെന്നപ്പോൾ നിനക്ക് എന്നാ തോന്നി? അപകടമാണെന്ന് തോന്നിയോ അതോ കൊലപാതകമാണെന്നോ? അപകടമരണമാണെന്നാ തെളിഞ്ഞത്. തെളിഞ്ഞ കാര്യമല്ല ചോദിച്ചേ. നീയല്ലേ തെളിയിച്ചത്. നിനക്ക് എന്നാ തോന്നിയെന്നാ ചോദ്യം. കേസ് അന്വേഷിച്ച് വരുമ്പം ഓരോ സത്യങ്ങൾ കാണാണ്ടിരിക്കില്ല. രാജശേഖരൻ അനങ്ങാതിരുന്നു. മനസ്സിലായില്ല അല്ലേ? ഉദാഹരണത്തിന് നിന്റെ തലയിൽ ചെകുത്താൻ്റെ പോലത്തെ 2 കൊമ്പുണ്ട്. ഉണ്ടോ? ഇല്ല. നരേന്ദ്രൻ ചാടി എണീറ്റതും രാജശേഖരൻ്റെ ചെകിട്ടത്ത് കാല് മടക്കി അടിച്ചതും ഒറ്റ നിമിഷത്തിനുള്ളിൽ കഴിഞ്ഞു. ആ കല്ലിങ്ങോട്ട് എടുത്തേടാ, നരേന്ദ്രൻ കുഞ്ഞുമോനോട് പറഞ്ഞു. കുഞ്ഞുമോൻ കല്ലെടുത്ത് കൊടുത്തു. നരേന്ദ്രൻ അത് രാജശേഖരൻ്റെ മുഖത്തിന് നേർക്ക് ഇടിക്കാനൊങ്ങി.
ഉണ്ട്, കൊമ്പുണ്ട്, നടുങ്ങിപ്പോയ രാജശേഖരൻ പറഞ്ഞു. ഉണ്ടല്ലേ? നരേന്ദ്രൻ കല്ല് താഴെയിട്ടു. പക്ഷെ സത്യം എന്താ? കൊമ്പില്ലെന്നുള്ളതല്ലേ സത്യം? ആ അതെ. ഇനി പറ, സൂതൻ ചേട്ടൻ്റെ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചതോ അതോ മറ്റേ കക്ഷികൾ കൊന്നതോ? കൊന്നതാ. എന്നിട്ടത് അപകടമരണമാക്കി തീർത്തത് നീയല്ലേ? അതെ. അത് മനുഷ്യത്വമാണോടാ? അല്ല. നിനക്കറിയാമല്ലേ? ചീറിക്കൊണ്ട് നരേന്ദ്രൻ അയാളെ വെള്ളത്തിനരികിലേക്ക് മറിച്ചിട്ടു. അയാളുടെ തല പിടിച്ച് മലർത്തി വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. രാജശേഖരൻ്റെ മൂക്കിലും വായിലും വെള്ളം കയറി. കൈകാലുകൾ കെട്ടിയിട്ടിരുന്നതിനാൽ അയാൾക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം പിടയാനോ കുതറാനോ കഴിഞ്ഞില്ല. രാജശേഖരൻ ശ്വാസം മുട്ടി ഞെളിഞ്ഞു കുത്തിയപ്പോൾ നരേന്ദ്രൻ അയാളുടെ തല പിടിച്ചു പൊക്കി. എന്നെ കൊല്ലരുത്, പ്രാണഭീതിയോടെ അയാൾ കെഞ്ചി. ശ്വാസമെടുക്കാൻ അയാൾ പാടുപെടുന്നുണ്ടായിരുന്നു. വിചാരണ നടക്കുന്നതേയുള്ളൂ, ശിക്ഷ വേറെ വരുന്നു. നരേന്ദ്രൻ അയാളെ എഴുന്നേൽപ്പിച്ചിരുത്തി. സ്വന്തം മകനെ കൊന്നവൻ്റെ ആൾക്കാരിൽ ഒരുത്തനെ നിവൃത്തിക്കേട് കൊണ്ട് കൊല്ലേണ്ടി വന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്ന സൂതൻ ചേട്ടനെ നിനക്കറിയാമല്ലോ അല്ലേ? അറിയാം. സൂതൻ ചേട്ടൻ്റെ ഭാര്യയും പെൺമക്കളെയും എതിർകക്ഷിയിൽ നിരന്തരം ശല്യപ്പെടുത്തുന്നവരും നിനക്കറിയാമായിരുന്നോ? അറിയാം. അവരുടെ വീട്ടിൽ ചെന്ന് ഗുണ്ടകൾ തെറിവിളിക്കുകയും വീട് എറിഞ്ഞു തകർക്കുകയും ചെയ്യുന്നതായിട്ട് അവർ പരാതി തന്നിരുന്നു. നടപടി എടുത്തോ നീ? ഇല്ല. അത് മനുഷ്യത്വമാണോടാ? അല്ല. അതും നിനക്കറിയാം അല്ലേ? നരേന്ദ്രൻ വീണ്ടും അയാളുടെ തല പിടിച്ച് വെള്ളത്തിൽ മുക്കി. വെള്ളത്തിനടിയിൽ അയാളുടെ മുഖം പിടയുകയും കണ്ണുകൾ പുറത്തേക്ക് തള്ളുകയും ചെയ്തു. നരേന്ദ്രൻ അയാളുടെ തല വെള്ളത്തിനു മീതെ പൊക്കി. രാജശേഖരൻ പ്രാണവായുവിനായി ആർത്തിയോടെ വായ തുറന്നു. അവരെ ആക്രമിച്ച ഗുണ്ടകളെ ഞങ്ങൾ തല്ലിയൊതുക്കിയതിൻ്റെ പേരും പറഞ്ഞ് നീ ആ തള്ളയും പെൺമക്കളെയും വീട്ടിൽ വെച്ചും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യത്വമാണോടാ? വൈകിട്ട് രാജശേഖരൻ മിണ്ടിയില്ല. ആണോടാ നായിൻ്റെ മോനെ? നരേന്ദ്രൻ വീണ്ടും അയാളുടെ തല വെള്ളത്തിൽ താഴ്ത്തി. ഇത്തവണ അത് കൂടുതൽ സമയം നീണ്ടു. ശ്വാസം മുട്ടി അയാളുടെ ഉടൽ വെട്ടിപ്പൊളിഞ്ഞു. വലിയ കുമിളകൾ മുകളിലേക്ക് പൊന്തി. നരേന്ദ്രൻ അയാളുടെ തല ഉയർത്തി. രാജശേഖരൻ ചീറ്റലോടെ 4-5 ശ്വാസമെടുത്തു. കൊല്ലരുതെന്നെ. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ഞാൻ ചെയ്തതൊന്നും മനുഷ്യത്വമല്ല. കൊല്ലരുത്. രാജശേഖരൻ ഞരങ്ങി. എല്ലാവരും കേട്ടല്ലോ? ഇവൻ ചെയ്തതൊന്നും മനുഷ്യത്വമല്ലെന്ന്. ഇവനെപ്പോലെ മനുഷ്യത്വമില്ലാത്ത ഈ നാറിയെ ഈ കാക്കിയിട്ടുകൊണ്ട് വിലസാൻ നമ്മൾ അനുവദിക്കണോ? ജീവിച്ചിരുന്നാൽ ഇവൻ ഇനി ഇതൊക്കെ തന്നെ ചെയ്യും. തട്ടിയേക്കട്ടെ എടാ? നരേന്ദ്രൻ മറ്റുള്ളവരോട് ചോദിച്ചു. ആ തട്ടിയേക്ക്. ഇവനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം അതാ. അല്ലെങ്കിൽ ഇവൻ പിന്നെയും നമുക്ക് പണിയുണ്ടാക്കും. ഡാനി പറഞ്ഞു. കൊല്ലരുത്, രാജശേഖരൻ യാചിച്ചു. കാക്കിയിട്ട് കഴിയുമ്പോൾ പിന്നെയും ഇവൻ്റെ അകത്തെ ചെകുത്താൻ തലപൊക്കും. എന്തിനാ വെറുതെ ഒരു പരീക്ഷണം? കരുണനും പറഞ്ഞു. കേട്ടല്ലോ, അവരെല്ലാം പറയുന്നത് നിന്നെ കൊന്നേക്കാനാ. ഭൂരിപക്ഷം അനുസരിച്ച് നോക്കുമ്പോൾ നിനക്ക് ചാൻസ് ഇല്ല. നരേന്ദ്രൻ അയാളുടെ തല വീണ്ടും വെള്ളത്തിൽ മുക്കി. ശരീരത്തിൻ്റെ പിടച്ചിൽ ശക്തിയാർജിച്ചു വന്നു. നരേന്ദ്രൻ അയാളുടെ തല പിടിച്ചു പൊക്കി. മുഖം അടുപ്പിച്ച് നോക്കി. ചത്തില്ലേ? ശ്വാസമുണ്ടല്ലോ. രാജശേഖരൻ കുറച്ച് വെള്ളം ഛർദ്ദിച്ചു. കൊല്ലരുതേ, അയാൾ വീണ്ടും ഞരങ്ങി. നാളെ തന്നെ നിനക്ക് സൂതൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടികളോടും അമ്മയോട് ക്ഷമ ചോദിക്കാൻ പറ്റുമോ? രാജശേഖരൻ ഒന്നറച്ചു. അടുത്ത നിമിഷം അയാളുടെ തല വെള്ളത്തിൽ താണു. ഉടൻ തന്നെ നരേന്ദ്രൻ ഉയർത്തുകയും ചെയ്തു. ക്ഷമ ചോദിക്കാവോ? ചോദിക്കാം. നരേന്ദ്രൻ അയാളെ വലിച്ച് കരയിലേക്കിട്ടു. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അവൻ്റെ കിഡ്നി വലിച്ചു പറിച്ച് കളഞ്ഞേക്കട്ടെ നരേന്ദ്ര, ബുദ്ധി വികസിച്ചോളും, കുഞ്ഞുമോൻ ചോദിച്ചു. രാജശേഖരൻ തല തിരിച്ച് കുഞ്ഞുമോനെ നോക്കി. എന്നാടാ നോക്കുന്നേ? നിനക്ക് പിടിച്ചില്ലേ? നിന്റെ ഉണ്ടക്കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. വലിച്ചുകൊണ്ടിരുന്ന ബീഡിക്കനിൽ കുഞ്ഞുമോൻ രാജശേഖരൻ്റെ കണ്ണിന് നേർക്ക് കൊണ്ടുവന്നു. രാജശേഖരൻ പേടിച്ച് മുഖം മാറ്റി. നിനക്ക് പേടിയുണ്ടല്ലേടാ? കുഞ്ഞുമോൻ അയാളുടെ മൂക്കിൻ തുമ്പത്ത് വിരൽ കൊണ്ട് ഞൊട്ടി. നല്ല റബ്ബർ പോലെ ഇരിക്കുന്നല്ലോടാ. അവൻ വീണ്ടും ഞൊട്ടുന്നത് ആവർത്തിച്ചു. നിനക്കൊരു വിചാരം കാണും, നാളെ നേരം ഒന്ന് വെളുത്തോട്ടെ ഞങ്ങളെയെല്ലാം തൂക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് ഇടിച്ച് കളയാമെന്ന്. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. നീ പോയിട്ട് നിൻ്റെ കീച്ചിപ്പാപ്പം വന്നാൽ പോലും ഞങ്ങളെ പിടിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ നല്ല ഒന്നാന്തരം കൊള്ളസംഘം, അറിയാവോ? കൊള്ളസംഘമോ? നല്ല സംഘമെന്ന് പറയടാ. നരേന്ദ്രൻ തിരുത്തി. കുഞ്ഞുവിനത് ശരിക്കും പിടി കിട്ടിയില്ലെങ്കിലും തൽക്കാലം തർക്കം വേണ്ടെന്ന് വെച്ചു. നരേന്ദ്രനോട് ഒരു ബീഡി കത്തിച്ചുകൊണ്ട് രാജശേഖരൻ്റെ തലയ്ക്കൽ വന്നിരുന്നു. കൂട്ടുകാരെയും വിളിച്ചു. അവർ രാജശേഖരൻ്റെ ചുറ്റുമായി ഇരുന്നു. നീ ഇവിടെ സമ്മതിച്ചതൊക്കെ നടപ്പിലാക്കിയില്ലെങ്കിൽ, നരേന്ദ്രൻ അന്ത്യശാസനം പോലെ പറഞ്ഞു, ഇനി ഒരു തവണയും കൂടി ഞങ്ങൾ നിന്നോട് ക്ഷമിക്കില്ല. ഞങ്ങളെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കാമെന്നൊന്നും കരുതിയേക്കരുത്. ആ മണ്ടത്തരത്തിന് നിൻ്റെ ജീവനായിരിക്കും വില. ഞങ്ങൾ ഒരുത്തരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ ശവമായെന്ന് കൂട്ടിക്കോ. തവള ചത്തു കിടക്കുന്ന പോലെ നീ വെള്ളത്തിൽ ചത്തു കിടക്കുന്നത് ഈ നാട്ടുകാർ കാണും. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചോളാം. ഞങ്ങൾ ഈ നെടുങ്കണ്ടത്ത് തന്നെ കാണും നിന്നെപ്പോലത്തെ തെണ്ടികളെ മര്യാദ പഠിപ്പിക്കാൻ.
മേലും കീഴും നോക്കാനില്ലാത്തവരാ ഞങ്ങൾ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഇതാണ് ഞങ്ങളുടെ ഒരു മുറ. ഇവന് ശരിക്കൊന്നും പെരുമാറിയില്ലല്ലോ. ആ പെൺപിള്ളേരുടെ അരയ്ക്ക് കുത്തിപ്പിടിച്ച പട്ടിയല്ലേ ഇവൻ, കുഞ്ഞുമോൻ രോഷത്തോടെ പറഞ്ഞു. നിനക്ക് അവസരം തരാം. ഇവൻ്റെ പല്ലും നഖവും പിഴുതെടുത്ത് ഇവൻ്റെ ഓരോ അവയവവും കുത്തിത്തെറിന്ന് കളയാൻ അവസരം തരാം. അതിനു മുമ്പ് ഒരു ചാൻസ് ഇവന് കൊടുത്തോട്ടെ, നന്നാവുമോ എന്നറിയണ്ടേ? ഡാനി കുഞ്ഞുമോനെ ആശ്വസിപ്പിച്ചു. നരേന്ദ്ര, ആ ജീപ്പിലിരുന്ന കുപ്പി എന്തിയെ? കരുണൻ ചോദിച്ചു. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ശങ്കർ പറഞ്ഞു. എടുത്തോണ്ട് വാ. ശങ്കർ മാൻഷൻ ഹൗസിൻ്റെ കുപ്പി എടുത്തുകൊണ്ട് വന്നു. കരുണൻ അതിൻ്റെ അടപ്പ് തുറന്നു. കുപ്പിയുടെ കഴുത്ത് രാജശേഖരൻ്റെ വായിലേക്ക് തള്ളി കയറ്റി. നേരം വെളുക്കുന്നത് വരെ പൂസായിട്ട് കിടന്നോട്ടെ. രാജശേഖരൻ്റെ തൊണ്ടയിലൂടെ മദ്യം ഗുൾഗുളു ശബ്ദത്തോടെ ഒഴുകി. വെള്ളം ഒഴിക്കാതെയാണോ കൊടുക്കുന്നേ? കുഞ്ഞുമോൻ ചോദിച്ചു. അവൻ വെള്ളം കുറേ കുടിച്ചിട്ടില്ലേ, അത് മതി. കുറേ ഒഴിച്ചു കൊടുത്തിട്ട് കരുണൻ കുപ്പി മാറ്റി. ഇന്നാ കുഞ്ഞുമോനെ, ബാക്കി വെള്ളം ചേർത്തോണ്ട് വാ. കുഞ്ഞുമോൻ തോട്ടിലിറങ്ങി കുപ്പി നിറയുന്നത് വരെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. അവരെല്ലാവരും കൂടിയിരുന്ന് അവിടെ ഇരുന്ന് തന്നെ അത് കുടിച്ചു തീർത്തു. കുഞ്ഞുമോൻ ഒരു കഞ്ചാവ് ബീഡി എടുത്ത് കത്തിച്ചു. രാജശേഖരനെ വലിക്കാൻ കൊടുത്തു. കഞ്ചാവാ, ബുദ്ധിക്ക് വെളിച്ചം കിട്ടാൻ നല്ലതാ. ആഞ്ഞു വലിച്ചോ. നിർബന്ധിച്ച് രാജശേഖരനെ കൊണ്ട് വലിപ്പിച്ചു. രാജശേഖരൻ കുഴഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ നരേന്ദ്രൻ അയാളുടെ കൈയും കാലും കെട്ടിയിരുന്നത് അഴിച്ചു കളഞ്ഞു. ഇനി നമുക്ക് പോകാം, സമയം കളയണ്ട. കരുണൻ എഴുന്നേറ്റു. ഇവൻ നേരം വെളുക്കുമ്പോഴേക്കും താനേ എണീച്ചു പൊയ്ക്കോളും. അവർ തോട് കടക്കുന്നതിനിടയിൽ കുഞ്ഞുമോൻ ചോദിച്ചു. അപ്പോഴേ നരേന്ദ്ര, നമ്മൾ കൊള്ള സംഘമാണെന്ന് പറഞ്ഞപ്പോഴേ അല്ലെന്ന് പറഞ്ഞതെന്തിനാ? ഞാൻ അന്നേരം തർക്കിച്ചില്ലെന്നേ ഉള്ളൂ. നമ്മൾ കൊള്ളസംഘം അല്ലാത്തത് കൊണ്ട്. പക്ഷേങ്കിൽ കൊള്ളസംഘക്കാർ കാണിക്കുന്ന പണിയല്ലേ നമ്മൾ കാണിച്ചേ? പോലീസിനെ പിടിച്ചോണ്ട് പോയി ഇടിക്കുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, കെട്ടിയിടുന്നു. സിനിമയിൽ അങ്ങനെയൊക്കെയല്ലേ? എടാ കുഞ്ഞുമോനെ, നമ്മൾ നീതി ഉറപ്പാക്കുക മാത്രമാണ് ചെയ്തേ. അതൊരു നല്ല പ്രവൃത്തിയാണ്. പക്ഷേ കൊള്ളസംഘക്കാരെ പോലെ ശരിയായ രീതിയിൽ അമ്മയ്ക്കും പെൺമക്കൾക്കും നീതി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ SIക്കെതിരെ മേലധികാരികൾക്ക് പരാതി കൊടുക്കണം. എന്നാൽ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ? ഇല്ല. ഉണ്ടാകണമെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കണം. പ്രകടനം, മുദ്രാവാക്യം, സത്യാഗ്രഹം, പിക്കറ്റിംഗ്, അങ്ങനെ എന്തെല്ലാം പരിപാടികൾ നടത്തുമ്പോഴാണ് മേലധികാരികളൊന്ന് ശ്രദ്ധിക്കുന്നേ. പിന്നെ നീതി നടപ്പായി വരാൻ എന്തുമാത്രം കാലതാമസമെടുക്കും? നമ്മൾ കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും അവർക്ക് ഉടനടി നീതി കിട്ടുമെന്ന് ഉറപ്പാക്കി. അത്രയേ നമ്മൾ ചെയ്തുള്ളൂ. അതിന് നീ കൊള്ളസംഘമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നേ? നരേന്ദ്രൻ കാര്യങ്ങൾ വിശദീകരിച്ചു. ഒരു വെയിറ്റ് ഇരുന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞ്. ഇപ്പം മനസ്സിലായി. ഇവൻ എങ്ങനെ ഇങ്ങനെ ഒരു ഊളയായിപ്പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പിറുപിറുത്തു. ഊളൻ നിൻ്റെ അച്ഛൻ. ഇതാ കേട്ടല്ലോ, അവൻ്റെ അച്ഛനും അവനെപ്പോലെ തന്നെയാണെന്ന്. ഓരോന്ന് സംസാരിച്ച് ആ സംഘം കുന്നു കയറിക്കൊണ്ടിരുന്നു. രാവിലെ 10 മണിയാകുന്നതേയുള്ളൂ. പതിവ് പോലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പോകാൻ ഒരുങ്ങുകയായിരുന്നു ശാന്തമ്മയും വിനീതയും രാജിമോളും. ഒരു പോലീസ് ജീപ്പ് അവരുടെ വീടിന് താഴെ റോഡരികിൽ വന്നു നിന്നു. അമ്മേ, പോലീസ്! വരാന്തയിൽ നിന്ന് രാജിമോൾ അകത്തേക്ക് ഓടിക്കയറി. വിനീത ജനലിലൂടെ നോക്കി. ഇൻസ്പെക്ടർ രാജശേഖരനും ഏതാനും പോലീസുകാരും ജീപ്പിൽ നിന്നിറങ്ങുന്നത് അവൾ കണ്ടു. ഭയചകിതയായി അവൾ ശാന്തമ്മയെ നോക്കി. രാജശേഖരൻ കൂടെയുള്ള പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഞാനവരെ ഒന്ന് വിരട്ടിയിട്ട് വരാം. അയാൾ നടവഴിയിലൂടെ കയറി വീട്ടുമുറ്റത്തെത്തി. ശാന്തമ്മ വീട്ടുവരാന്തയിലേക്ക് ഇറങ്ങി നിന്നു. രാജശേഖരൻ വരാന്തയിലേക്ക് കയറി ചെന്നു. തൊപ്പി തലയിൽ നിന്ന് എടുത്തു. നിങ്ങളെന്താ സ്റ്റേഷനിലോട്ട് വരാഞ്ഞത്? ഗൗരവം വിടാതെ അയാൾ ചോദിച്ചു. ഞങ്ങൾ വരാനൊരുങ്ങിയായിരുന്നു, ശാന്തമ്മ ഭീതിയോടെ പറഞ്ഞു. എവിടെ മറ്റു 2 പേരും? അകത്തുണ്ട്. രാജശേഖരൻ അകത്തേക്ക് കയറി. അത് കണ്ട് ശാന്തമ്മയ്ക്ക് നെഞ്ചിടിപ്പേറി. അവരും അകത്തേക്ക് ചെന്നു. വിനീത ജനാലയ്ക്കടുത്ത് നിൽപ്പുണ്ടായിരുന്നു. രാജിമോൾ അടുക്കളയിലേക്കുള്ള വാതിൽക്കലും. 2 പേരെയും അയാൾ മാറി മാറി നോക്കി. ഒടുവിൽ ശാന്തമ്മയുടെ മുമ്പിൽ ചെന്നു നിന്നു. ആ നരേന്ദ്രൻ ഇവിടെ വന്നിരുന്നു അല്ലേ? ഏതു നരേന്ദ്രൻ? വിനീത പെട്ടെന്ന് ചോദിച്ചു. രാജശേഖരൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. അയാളുടെ കണ്ണുകളിൽ ക്രോധത്തിൻ്റെ ഒരു തീപ്പൊരി മിന്നി അണഞ്ഞു. ഇല്ലെന്നൊന്നും നിങ്ങൾ പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. അയാൾ ശാന്തമ്മയെ നോക്കി. ശാന്തമ്മയുടെ മുഖം കുനിഞ്ഞു. വിനീത അയാളുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങളെ ഇത്രയും ദ്രോഹിച്ചിട്ടും സാറിന് തൃപ്തിയായില്ലേ? എൻ്റെ ആങ്ങളെ കൊന്നവരുടെ കേസ് ആക്സിഡൻ്റ് ആക്കി മാറ്റി സാർ അവരെ രക്ഷിച്ചു. അച്ഛൻ്റെ കേസ് ഉഷാറാക്കി അന്വേഷിച്ച് തെളിയിച്ച് അച്ഛന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തു. അതും പോരാഞ്ഞ് ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് എല്ലാ സഹായവും നൽകി. ഒടുവിൽ പോലീസ് ഈ വീട്ടിൽ വന്നു ഞങ്ങളെ സ്റ്റേഷനിൽ വരുത്തിയും അവമാനിച്ചു. ഇനി ഞങ്ങളുടെ ജീവനും കൂടി എടുത്താൽ തൃപ്തിയാകുമോ സാറിന്? അവളുടെ സ്വരത്തിൽ ആത്മരോഷം ജ്വലിച്ചു നിന്നു. എനിക്കെന്തിനാ നിങ്ങളുടെ ജീവൻ? അത് അവന് തന്നെ കൊടുത്തേക്ക്, ആ നരേന്ദ്രന്. ഞാൻ വേറൊരു കാര്യം പറയാനാണ് ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്. വിനീതയും ശാന്തമ്മയും ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ഇനി മുതൽ നിങ്ങൾ സ്റ്റേഷനിൽ വരേണ്ട കാര്യമില്ല. പോലീസ് ഇനി മേലിൽ ഇവിടെ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുകയുമില്ല. അവിശ്വസനീയതയായിരുന്നു വിനീതയുടെ മുഖത്ത്. ശാന്തമ്മ ആശ്ചര്യസ്തബ്ധയായി. ഞാൻ ഈ കേസ് ആദ്യം മുതൽ ഒന്നുകൂടി പരിശോധിച്ച് നോക്കി.
നിങ്ങൾ പറഞ്ഞതാ ശരി, നിങ്ങളുടെ ഭാഗത്താണ് ന്യായം. ഈ ന്യായം മനസ്സിലാക്കാൻ സാറിന് ഇത്രയും കാലം തന്നെ വേണ്ടിയിരുന്നോ? വിനീത ചോദിച്ചു. വലിയ നൂലാമാലകളുള്ള കേസല്ലേ, പഠിച്ചു വരണ്ടേ? കുറേ ഗുണ്ടകൾ വന്നു മിക്ക രാത്രികളിലും ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോഴും ഈ വീടിന് കല്ലെറിഞ്ഞപ്പോഴും ഈ മുറ്റത്തു നിന്ന് ചീത്ത വിളിച്ചലറിയപ്പോഴും സാറിന് മനസ്സിലാകാത്ത ന്യായം ഇപ്പോഴെങ്ങനെ മനസ്സിലായി? ഞങ്ങൾ എത്ര പരാതികൾ തന്നു, അപ്പോഴൊക്കെ സാറ് ഞങ്ങളെ ദ്രോഹിച്ചവരുടെ പക്ഷത്തായിരുന്നു. അവർക്ക് വേണ്ടി സാറും സാറിൻ്റെ കീഴിലുള്ള പോലീസുകാരും വെറും തെരുവ് ചട്ടമ്പികളെപ്പോലെ ഞങ്ങളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. സാറ് തന്നെ ഇവിടെ വെച്ചും സ്റ്റേഷനിൽ വെച്ചും ആ ഗുണ്ടകളെക്കാൾ മോശമായിട്ട് ഞങ്ങളോട് പെരുമാറി. എന്നിട്ട് ഇപ്പോഴാണോ സാറിന് ബോധോദയമുണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ തെറ്റ് പറ്റിയെന്ന്. എനിക്കിപ്പോൾ മനസ്സിലായി. ചെയ്തു പോയ തെറ്റിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു, പോരെ? എന്ന് മാത്രമല്ല, മേലിൽ ഇതൊന്നും ആവർത്തിക്കില്ലെന്ന് വാക്ക് തരികയും ചെയ്യുന്നു. ശാന്തമ്മ പകച്ചുപോയി. ഇന്നലെ വരെ തങ്ങളെ പച്ചയ്ക്ക് കടിച്ചു കീറാൻ വെമ്പൽ കൊണ്ടുനിന്ന ഈ നരാധമൻ ഇന്ന് നേരിട്ട് വന്ന് മാപ്പ് പറയുന്നു. ഇത് വിശ്വസിക്കാമോ? തങ്ങളെ പരിഹസിക്കുകയാണോ? ഇതിലെന്തെങ്കിലും ചതിയുണ്ടോ? ഇയാൾക്കെങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു മനമാറ്റം വന്നു? അപ്പോൾ വരട്ടെ. അയാൾ തൊപ്പി തലയിൽ വെച്ചു. മറ്റവരെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ അവർക്കെതിരെ നടപടിയെടുത്തോളാം. രാജശേഖരൻ വരാന്തയിലേക്ക് ഇറങ്ങി. എന്നിട്ട് തിരിഞ്ഞു നോക്കി. നിങ്ങളുടെ ആ രക്ഷകനുണ്ടല്ലോ നരേന്ദ്രൻ, അവനിപ്പോൾ നാടും വീടും കൂടും ഒന്നും ഇല്ല അല്ലേ? അതേപ്പറ്റി ഞങ്ങൾക്കറിയില്ല, വിനീത പറഞ്ഞു. ഇനി അവൻ വരുമ്പോൾ ഞാൻ അന്വേഷിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണം. രാജശേഖരൻ ഇറങ്ങി ജീപ്പിനടുത്തേക്ക് നടന്നു. അയാൾ ചെന്ന് ജീപ്പിൽ കയറി. പോലീസുകാരോട് കയറിക്കൊള്ളാൻ ആംഗ്യം കാട്ടി. ശാന്തമ്മ വിശ്വാസം വരാതെ പിന്നെയും റോഡിലേക്ക് തന്നെ നോക്കി. ജീപ്പ് സ്റ്റാർട്ടായി പോകുന്നത് കണ്ടിട്ടേ അവർക്ക് ശ്വാസം കഴിക്കാൻ കൂടി കഴിഞ്ഞുള്ളൂ. ജീപ്പ് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിനീത റോഡിൽ നിന്ന് നോട്ടം മാറ്റി. നോവൽ നാളെ തുടരും.